എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. കുറേ നാൾക്ക് ശേഷം നമ്മൾ ആപ്പ് സീരീസുമായിട്ട് എത്തിയിട്ടുണ്ട്. 10 ആപ്പ് എടുത്തതാണ്, ഒരെണ്ണം വർക്കാവണില്ല, 9 എണ്ണം പറഞ്ഞുതരാം. ഒന്നാമത്തത് ഗ്ലാൻസ് AI. ഞാൻ ഒരിക്കലും എൻ്റെ ഔട്ട്ഫിറ്റോ എൻ്റെ വാർഡ്രോബ് കളക്ഷൻ വെച്ചിട്ട് ഒട്ടും പ്രൗഡല്ല. കാരണം എനിക്കൊരു 100 ബ്ലാക്ക് ഷർട്ടും ഒരു 100 വൈറ്റ് ഷർട്ടും ഒരു 100 ബ്ലാക്ക് ഹുഡിയും ഒരു 100 ബ്ലാക്ക് ടീഷർട്ടും ഇതാണ് എൻ്റെ വാർഡ്രോബ്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു ആപ്പാണ് ഗ്ലാൻസ് AI. ഈ ആപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഒരു സെൽഫി എടുത്ത് കൊടുക്കുക. സെൽഫി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി ടൈപ്പ് അതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ വിത്തിൻ 2 മിനിറ്റ് നിങ്ങൾക്ക് ഒരു വാർഡ്രോബ് കളക്ഷൻ സെറ്റ് ചെയ്യാൻ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസും നിങ്ങളുടെ ബോഡി ഷേപ്പും അനുസരിച്ചിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്ത് തരും. പല വെറൈറ്റീസ് ഓഫ് ഔട്ട്ഫിറ്റ് കളക്ഷൻസും പല സ്റ്റൈലുകളും ഇത് കാണിച്ചു തരുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ട് താഴെയായിട്ട് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ടീഷർട്ട് എവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. കുറേയൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ബട്ട് നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് കുറച്ച് ടൈം എടുത്തു കഴിഞ്ഞാൽ വേറെ പല വെബ്സൈറ്റിൽ നിന്നും കിട്ടും. ഇപ്പം നാട്ടിൽ ഷീൻ പോലെയുള്ള വെബ്സൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇഷ്ടംപോലെ സാധനം മേടിക്കായിരുന്നേ. വെരി ഗുഡ് ആപ്പ്, മസ്റ്റ് ട്രൈ. രണ്ടാമത്തത് റിമൈൻഡർ മീ. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള നോട്ട് ആപ്ലിക്കേഷൻസും റിമൈൻഡർ ആപ്ലിക്കേഷൻസും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1000 കണക്കിന് ആപ്പുകൾ എൻ്റെ ഫോണിൻ്റെ അകത്ത് കാണണം. ഫൈനലി ഞാനൊരു സാധനം കണ്ടുപിടിച്ചു, റിമൈൻഡർ മീ. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആപ്പ് ഓപ്പൺ ആക്കുക, എന്നിട്ട് ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഒരു വോയിസ് റെക്കോർഡർ ഓപ്പൺ ആവും. നിങ്ങൾക്ക് എന്താണോ റിമൈൻഡ് ചെയ്യിക്കേണ്ടത് അത് വോയിസ് റെക്കോർഡ് ചെയ്യുക, ടൈം വെക്കുക. ഈ ടൈം ആവുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അല്ല വരുന്നത്, ഈ ഒരു ആപ്പ് നിങ്ങളെ വിളിക്കും, ഫോൺ വിളിക്കും. ആ കോൾ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വോയിസ് ഓവർ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഓർമ്മയിലിരിക്കും. അതായത് ഒരു മാനേജർ നിങ്ങളെ വിളിച്ച് സർ നിങ്ങൾക്ക് ഈ പരിപാടി ഉണ്ട് ആ പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് റിമൈൻഡ് ചെയ്യും പോലെ. ചെറിയൊരു കാര്യം പറയാണ്, ജസ്റ്റ് ഇൻ കേസ് നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് ഒരു കാശിന് ആവശ്യം വന്നു, നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു കല്യാണം അല്ലെങ്കിൽ പെട്ടെന്നൊരു എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു കാശിന് ആവശ്യം ഉണ്ടെങ്കിൽ ബജാജ് ഫിൻസർവ് പേഴ്സണൽ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള കാര്യമാണ്. ബജാജ് ഫിനാൻസ് പേഴ്സണൽ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈസി ആയിട്ട് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ലോണ് കിട്ടും. ബട്ട് ഞാൻ ഒരിക്കലും ലോൺ എടുക്കാനായിട്ട് ആരും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബട്ട് നിങ്ങൾക്ക് വെരി അർജന്റ് ആയിട്ട് പൈസ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഓപ്ഷനാണ്. ബജാജ് ഫിനാൻസിന്റെ പേഴ്സണൽ ലോണിന്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇത് അപ്രൂവൽ കിട്ടും. ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 24 മണിക്കൂറിനകത്ത് നിങ്ങൾക്ക് പൈസ വരും. അതുപോലെ തന്നെ ഹിഡൻ ചാർജസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഫീസ് എല്ലാം വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കും. കൊളാട്രൽ വെക്കാനോ അല്ലെങ്കിൽ ഗ്യാരണ്ടീറിനെ കൊണ്ടുവരാനൊന്നും ഈ ഒരു ആപ്പ് പറയില്ല. ഗോൾഡോ പ്രോപ്പർട്ടിയോ ഒന്നും തന്നെ അതിനകത്ത് വെക്കേണ്ട കാര്യമില്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വേണ്ട എലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഇന്ത്യൻ നാഷണൽ ആയിരിക്കണം, 21 വയസ്സിനും 80 വയസ്സിനും ഇടയ്ക്കുള്ളതായിരിക്കണം, സാലറീഡോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ളവർക്കോ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. സിബിൽ സ്കോർ 675 മേളിലോട്ടുള്ള ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ലോൺ എമൗണ്ട് 20,000 മുതൽ 55 ലക്ഷം വരെയാണ് നിങ്ങൾക്ക് കിട്ടുക നിങ്ങളുടെ സിബിൽ സ്കോർ അനുസരിച്ച്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള EMI ഓപ്ഷൻസ് ഉണ്ട്. 15 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് പൈസ നിങ്ങൾക്ക് ഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റും. ഈവൻ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സിറ്റുവേഷനിൽ ബാങ്ക് ഹോളിഡേ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോവുക, അപ്പോഴത്തേക്ക് അവരുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകും. അവിടെ അപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, എന്നിട്ട് OTP വരും. OTP വെച്ച് വെരിഫൈ ചെയ്യുക. നിങ്ങളുടെ ലോൺ എമൗണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റീപേയ്മെൻറ്റ് പ്ലാനും സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് ഫ്ലെക്സി ടേമും അതുപോലെ തന്നെ ഫ്ലെക്സി ഹൈബ്രിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാനുകളുണ്ട്. 12 മാസം മുതൽ 96 മാസം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാനുകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്യാം. നിങ്ങളെ KYC കംപ്ലീറ്റ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. വെരിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബജാജ് ഫിൻസർവ് പേഴ്സണൽ ലോൺ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. ഫാസ്റ്റ് ആണ്, സിമ്പിൾ ആണ്, സ്ട്രെസ് ഫ്രീ ആണ്. ബട്ട് നിങ്ങൾക്ക് പ്രോപ്പർലി അടഞ്ഞു പോകാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ ഫോർകാസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ലോണുകൾ എടുക്കുക. പെട്ടെന്നുള്ളൊരു ഫൈനാൻഷ്യൽ കുരുക്കിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഇത് സഹായിക്കും. മൂന്നാമത്തെ ആപ്പ് നോട്ട്ബുക്ക് AI. എനിക്ക് തോന്നുന്നു ഞാൻ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്നെ ChatGPT-യെക്കാളും ഇത്രയും സപ്പോർട്ട് ചെയ്ത ഒരു ആപ്പ് വേറെ ഇല്ല. ഈ നോട്ട്ബുക്ക് AI എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ക്രിയേറ്റ് ന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 രീതിയിലാണ് അതിനകത്തേക്ക് ഡേറ്റ ആഡ് ചെയ്യാൻ പറ്റുക. ഒന്ന് PDF, വെബ്സൈറ്റ്, യൂട്യൂബ്, കോപ്പി ടെക്സ്റ്റ്. കോപ്പി ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആർട്ടിക്കിളിൽ നിന്നോ ബുക്കിൽ നിന്നോ ഒക്കെ നിങ്ങൾ കോപ്പി ചെയ്ത ടെക്സ്റ്റ് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ PDF-ഓ വെബ്സൈറ്റോ യൂട്യൂബോ കൊടുക്കാം. നമുക്ക് കേസ് സ്റ്റഡീസ് എഴുതാനുണ്ടാവും. ഈ കേസ് സ്റ്റഡീസ് എഴുതുന്ന സമയത്ത് റെഫറൻസ് വെബ്സൈറ്റുകൾ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഈ വെബ്സൈറ്റ് എന്താണ് അതിനകത്ത് പറയുന്നത് എന്നുള്ള സമ്മറി നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ആപ്പ് ഉപയോഗിക്കാം. ജസ്റ്റ് ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് കൊടുക്കുക. ഈ ഒരു ആപ്പ് അതിനെ മൊത്തം സമ്മറൈസ് ചെയ്തതിന് ശേഷം ഒരു പോഡ്കാസ്റ്റ് രൂപത്തിൽ ഒരു ഓഡിയോ ഫോം ആക്കി തരും. അതായത് ഒരു AI ഹോസ്റ്റും വേറൊരു AI ഗസ്റ്റും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് പോലെ. അപ്പോൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇത് റെഗുലർ യൂസേഴ്സിനുള്ളതല്ല. ഏതെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് 5 പൈസയുടെ അറിവില്ല,
നിങ്ങൾക്ക് എന്നാൽ കുറച്ച് ഇൻഫർമേഷൻസ് ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ യൂസിങ് ഇറ്റ്. നാലാമത്തത് ORB. അതായത് നിങ്ങളുടെ നെറ്റ്വർക്ക് എത്രത്തോളം റിലയബിൾ ആണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു നെറ്റ്വർക്ക് അനലൈസർ. ഈ ഒരു ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓബ് സ്കോർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കോർ കാണിക്കും. അതായത് നിങ്ങളുടെ ഇന്റർനെറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫൈ കണക്ഷൻ മൊത്തം അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഓബ് സ്കോർ 70 താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്റർനെറ്റിന് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. 50 താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്റർനെറ്റ് മാറ്റിയല്ലാതെ വേറെ വഴിയില്ല. നിങ്ങൾക്കിപ്പോൾ എത്രയൊക്കെ ഇൻപുട്ട് ലാഗ് വരുന്നുണ്ട്, എത്രയൊക്കെ നമുക്ക് ഇതിനെ റിലൈ ചെയ്യാൻ പറ്റും, സ്പീഡ് എത്രയുണ്ട്, അതുപോലെ തന്നെ ഡൗൺലോഡ് സ്പീഡും അപ്ലോഡ് സ്പീഡൊക്കെ പ്രോപ്പർലി എത്രയുണ്ടെന്നെല്ലാം ഈ ഒരു ആപ്പിൻ്റെ അകത്തുനിന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. സോ ഇത് യൂഷ്വലി ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ വൈഫൈ മോഡം എൻ്റെ കിച്ചണിൽ ഒരു കബോർഡിൻ്റെ അകത്തായിരിക്കുന്നത്. ചില സമയം അത് അവിടെ ഇരുന്ന് അങ്ങ് ഡിസ്കണക്ട് ആവും. ചില സമയത്ത് എൻ്റെ ബെഡ്റൂമിൽ ഇൻ്റർനെറ്റ് കിട്ടൂല. ആ സമയം ഈ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ അതവിടെ ഓഫായി പോയിട്ടുണ്ടോ ഓഫായി പോയിട്ടില്ല എന്നുള്ളതെല്ലാം കറക്റ്റായിട്ട് അറിയാൻ പറ്റും. സിഗ്നൽ കാണിക്കും, ഇൻ്റർനെറ്റ് കാണൂല. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അടുത്ത ആപ്പ് ലിങ്ക്സാരി. ഞാൻ യൂട്യൂബ് മെൻറ്റർഷിപ്പ്, അതായത് യൂട്യൂബിൽ നിങ്ങളെ വളരാനായിട്ട് ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്ന പരിപാടി ചെയ്യുന്നുണ്ട്. അതായത് യൂട്യൂബ് മെൻറ്റർഷിപ്പ്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഡേറ്റാസും ഒരുപാട് റെഫറൻസ് വീഡിയോസ് എല്ലാം പലയിടത്തു നിന്നായിട്ട് എടുക്കാറുണ്ട്. ഈ റെഫറൻസ് വീഡിയോസൊക്കെ ഞാൻ യൂഷ്വലി ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ എൻ്റെ തന്നെ വേറെ പല അക്കൗണ്ട്സിലേക്ക് അയച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഗ്രൂപ്പിനകത്തിടും. എന്നാൽ ഇത് പോയി ചാറ്റ് നോക്കി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അപ്പോൾ നിങ്ങളുടെ ലിങ്കുകൾ ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ്. എല്ലാവർക്കും ഉപയോഗപ്രദമാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ബട്ട് നിങ്ങളുടെ ലൈഫ് ഭയങ്കര ഈസി ആയിരിക്കും. നിങ്ങൾ ഒരുപാട് ലിങ്കുകളൊക്കെ വെച്ച് കളിക്കുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, വർത്ത. വേറൊരു കൺട്രിയിലേക്ക് മാറിയതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് വീട് മാറാനായിട്ട് അല്ലെങ്കിൽ പുതിയ അപ്പാർട്ട്മെൻ്റ് ഒക്കെ നോക്കുമ്പോൾ അവർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചില സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും ഡേറ്റയും നമ്മുടെ ലാൻഡ് ലോഡിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ബ്ലർ ചെയ്ത് കളയാനായിട്ട് ഈ ബ്ലർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഉപയോഗിക്കാം. എനിക്ക് ഉപയോഗപ്രദമായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ്. ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഇമേജ് എടുത്തു കഴിഞ്ഞാൽ ആ ഇമേജിൻ്റെ അകത്ത് എവിടെയാണോ നിങ്ങൾക്ക് ബ്ലർ ചെയ്യേണ്ടത് ജസ്റ്റ് ആ ഒരു ഭാഗം മാത്രം ഒന്ന് ടച്ച് ചെയ്താൽ മതി. ആ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അപ്പം തന്നെ ബ്ലറായി പോകും. കറൻ്റ്ലി ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ലോഞ്ചർ ആപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലർക്ക് ഇഷ്ടപ്പെടും. മെറ്റീരിയൽ UI ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണ്. ഇതാവുമ്പോൾ ആവശ്യമുള്ള ആപ്പെല്ലാം വലിയ വെണ്ടയ്ക്ക വലുപ്പത്തിൽ ഇതിനകത്ത് കിടക്കും. ഫോൾഡ് ആയതുകൊണ്ടാണ് അത്രയും വലുതായിട്ട് കാണിക്കുന്നത്. ഇതാ നമ്മുടെ നോർമൽ സ്ക്രീനിൽ ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും വരിക. വെരി ഗുഡ് ലോഞ്ചർ, ഭയങ്കര റിലയബിൾ ആയിട്ടുള്ള ലോഞ്ചർ, ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. എനിക്കറിയില്ല, റീസെൻ്റ്ലി ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള പല ആപ്ലിക്കേഷൻസിൻ്റെ അകത്തും മെറ്റീരിയൽ UI ആണ് അവർ മൊത്തത്തിൽ യൂസ് ചെയ്യുന്നത്. പണ്ടൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ ആപ്പ് സീരീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുമായിരുന്നു എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ മിനിമൽ അല്ലെങ്കിൽ മെറ്റീരിയൽ UI ബേസ്ഡ് ആയിട്ടുള്ള ആപ്പുകളാണ്. എന്നാൽ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാ ആപ്പുകളിലും എല്ലാ വെബ്സൈറ്റുകളിലും നമുക്കൊരു മെറ്റീരിയൽ UI തീം കാണാൻ പറ്റും. വെരി ഗുഡ് തിങ്. ആളുകൾ കുറച്ചുകൂടി മിനിമൽ ആയിട്ടുള്ള രീതിയിൽ മാറുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആപ്ലിക്കേഷൻസ്. ഒരുപാട് ഭയങ്കര കിടില ആപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടെന്ന് ഞാൻ പറയൂല, ബട്ട് സ്റ്റിൽ വെർത്ത് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. നെക്സ്റ്റ് ടൈം കുറച്ചുകൂടി ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള കോണ്ടന്റുമായിട്ട് ഞാൻ വരാൻ ശ്രമിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ ഗൈസ്.